വളരെ ടേസ്റ്റിയായ സ്വീറ്റായിട്ടുള്ള റവ കേസരിയാണ് തയ്യാറാക്കുന്നത്. ഇത് വളരെ എളുപ്പമാണ് തയ്യാറാക്കുവാൻ. ഈ കാണുന്ന പോലെ തന്നെ നല്ല കളർഫുള്ളായ രീതിയിൽ റവ കേസരി തയ്യാറാക്കാൻ വേണ്ടി ഇത് ആർട്ടിഫിഷ്യൽ കളറൊന്നും ഉപയോഗിച്ചിട്ടില്ല, നാച്ചുറൽ കളർ മാത്രമാണ്. അതെങ്ങനെയാണെന്ന് അറിയാനുള്ള ഈ വീഡിയോ നിങ്ങൾ മുഴുവൻ കാണുക, ഇതിലൂടെ ചെയ്ത് നോക്കുക, എല്ലാവർക്കും ഇഷ്ടപ്പെടും. ഇത് തയ്യാറാക്കാൻ വേണ്ടി ആദ്യം നമുക്ക് വേണ്ടത് ഒരു സ്റ്റീലിൻ്റെ പാത്രത്തിലേക്ക് 1 കപ്പ് വെള്ളം ഒഴിക്കുന്നു. അതുപോലെ തന്നെ ഒരു 1/2 കപ്പും കൂടി നമ്മൾ ഇതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കുകയാണ്. ഈ വെള്ളം ചേർത്ത് കഴിഞ്ഞാൽ അതിലേക്കും ഒരു 1/4 കപ്പ് മഞ്ഞൾ തിളപ്പിച്ച വെള്ളമാണ്. കുറേ മഞ്ഞളല്ല, അല്പം മഞ്ഞൾ ചേർത്തിട്ട് നല്ല വെട്ടി തിളപ്പിക്കുക. കാരണം ഇതുപോലെ തിളക്കുമ്പോൾ മഞ്ഞളിൻ്റെ ആ ഒരു പച്ചച്ചൊക്കെ ഉണ്ടാവില്ല, അത് മാറ്റി വെക്കാം. ഇനി ഒരു നോൺ സ്റ്റിക്ക് പാനിലേക്ക് നമ്മൾ 1/4 കപ്പ് നറുനെയ്യാണ് ചേർത്ത് കൊടുക്കുന്നത്. നറുനെയ്യുടെ അതേ അളവിൽ തന്നെ 1/4 കപ്പ് സൺഫ്ലവർ ഓയിൽ ചേർത്ത് കൊടുക്കുക. വെളിച്ചെണ്ണ ചേർക്കേണ്ട, സൺഫ്ലവർ ഓയിലാണ് നല്ലത്. കാരണം വെളിച്ചെണ്ണയുടെ ഫ്ലേവർ വന്നു കഴിഞ്ഞാൽ ആ മണമൊക്കെ നമുക്ക് ഇത് കറക്റ്റ് ടേസ്റ്റ് കിട്ടില്ല. ഇതിലേക്ക് 1 പിടി നട്ട്സ്, ഇതുപോലെ കശുവണ്ടി 1 പിടി ചേർത്ത് കൊടുക്കുക. അത് മുരിഞ്ഞ് വരുമ്പോഴേക്കും അതിനുള്ളിലേക്ക് കിസ്മസ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. 2 ടേബിൾ സ്പൂൺ കിസ്മസ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. ഇതിൻ്റെ രണ്ടിൻ്റെയും മുരിവ് കൃത്യമായിട്ട് വന്നു കഴിയുമ്പോൾ നമുക്ക് അത് മാറ്റി വെക്കാം. ഇത് വറുത്ത് കോരി വെക്കുന്ന അതേ ഓയിലിലേക്കും, അതായത് ഈ സൺഫ്ലവർ ഓയിലേക്ക് നിറഞ്ഞതിലേക്ക് തന്നെയാണ് നമ്മൾ അടുത്ത സ്റ്റെപ്പ് ചെയ്തെടുക്കുന്നത്. ഇത് മാറ്റി വെക്കാം. ആയിട്ടുണ്ട്. ഇനി 1 കപ്പ് നിറച്ച് റവ ചേർത്ത് കൊടുക്കാം. ഈ റവ റോസ്റ്റഡ് റവയാണ്. റോസ്റ്റ് ചെയ്യാത്ത റവയും ഉപയോഗിക്കാൻ കുഴപ്പമില്ല. ഈ റോസ്റ്റഡ് ആയാലും അല്ലെങ്കിലും ഇതുപോലെ അതേ നെയ്യിലേക്ക് നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഒരു 3-4 മിനിറ്റ് നേരം മാത്രം മതി. മീഡിയം ഫ്ലെയിമിൽ ഫ്രൈ ചെയ്തെടുക്കണം. കാരണം അങ്ങനെ ചെയ്യുമ്പോൾ മാത്രമാണ് കുറച്ചുകൂടെ നല്ല ഒരു രുചികരമായ രീതിയിൽ റവ കേസരി കിട്ടുകയുള്ളൂ. അതുകൊണ്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് ചെയ്തെടുക്കുക. നമുക്ക് ചെയ്യുമ്പോൾ മനസ്സിലാവും നല്ലൊരു ഫ്രൈ ചെയ്ത് വരുന്ന മണമൊക്കെ കിട്ടും. അതുവരെയും ഇതുപോലെ ചെയ്തെടുക്കുക. ഇതുപോലെ ചെയ്തതിന് ശേഷമാണ് നമ്മൾ ഈ നെയ്യിൽ കിടന്നൊക്കെ വറുത്തതിന് ശേഷമാണ് അടുത്ത നമ്മൾ ചെയ്യുന്നത്. നമ്മൾ തിളപ്പിച്ച് വെച്ചിരിക്കുന്ന ആ വെള്ളം, മഞ്ഞൾ ചേർത്ത വെള്ളം ഇതുപോലെ നല്ല ചൂടോട് തന്നെ ചേർത്ത് കൊടുക്കുക. ചൂട് ആറിക്കഴിഞ്ഞാൽ അത് ശരിയാവില്ല. ഇതുപോലെ ചൂടോട് തന്നെ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഒരു സ്പൂൺ ഉപയോഗിച്ച് നന്നായിട്ട് മിക്സ് ചെയ്യാം. മഞ്ഞൾപ്പൊടിക്ക് പകരം സാഫ്രോൺ, കുങ്കുമപ്പൂ ചേർത്താലും കുഴപ്പമില്ല. എൻ്റെ അടുത്ത് അതില്ലാത്തതുകൊണ്ടാണ് നമ്മൾ സാധാരണ രീതിയിൽ എളുപ്പമുള്ളതാണ് മഞ്ഞളായതുകൊണ്ടാണ് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തത്. ഇതുപോലെ വെള്ളമെല്ലാം വറ്റി കൃത്യമായി കിട്ടിയിട്ടുണ്ട്. ഈ സമയത്ത് ശ്രദ്ധിക്കേണ്ടത് ഫ്ലെയിം എപ്പോഴും മീഡിയം ഫ്ലെയിം മാത്രം മതി. ഇപ്പോൾ തന്നെ നല്ല കളർഫുള്ളായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചേർക്കേണ്ടത് പഞ്ചസാരയാണ്. നമ്മൾ 1 കപ്പ് നിറച്ച് റവയ്ക്ക് വേണ്ടി 1.25 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കണം. എങ്കിൽ മാത്രമേ ആ മധുരം കറക്റ്റായി കിട്ടുകയുള്ളൂ. ഇതിലേക്ക് ഉപ്പ് ചേർക്കണം. മധുരമുള്ള എന്ത് ഡിഷായിരുന്നാലും ഉപ്പും കൂടി ചേർത്താൽ മാത്രമേ അതിൻ്റെ ഒരു ബാലൻസ് കറക്റ്റ് നമുക്ക് മധുരം ബാലൻസ് ചെയ്യാൻ പറ്റുള്ളൂ. ഇനി ഇതുപോലെ വീണ്ടും മിക്സ് ചെയ്യാം. നമ്മൾ ഡ്രൈ ആയി വന്നിരിക്കുന്നത് പഞ്ചസാര കൂടി ചേരുമ്പോൾ അല്പം കൂടെ നല്ല പഞ്ചസാര അലിഞ്ഞു വരുമ്പോൾ അതിലല്പം വെള്ളം ഉണ്ടാകും. ആ പഞ്ചസാര ലായനിയിൽ കിടന്നുകൊണ്ട് ഈ റവ ഇതുപോലെ അല്പം കഴിയുമ്പോൾ അത് വറ്റി വന്നാൽ എല്ലാ സ്ഥലങ്ങളിലേക്കും മധുരം പിടിച്ച് നല്ല ടേസ്റ്റ് ആയിട്ട് കിട്ടും. ഈ റവ കേസരി നല്ല കുട്ടികളൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരു പ്രത്യേക ഒരു ഡിഷാണ്. ഇതിങ്ങനെ തന്നെ കിടന്ന് മീഡിയം ഫ്ലെയിമിലൊന്ന് ചെറുതായ രീതിയിലൊന്ന് വറ്റി വരണം. ഇതിലേക്ക് നമുക്ക് 1/4 കപ്പ് നെയ്യ് കൂടെ ചേർത്ത് കൊടുക്കണം. ഇത്രയും നെയ്യ് ചേർക്കുമ്പോൾ നമ്മൾ വിചാരിക്കും നെയ്യ് കൂടിപ്പോയെന്ന് ഒരിക്കലുമില്ല. ഇത് കറക്റ്റായ രീതിയിലെ അളവാണ്. നമ്മൾ എടുത്തിരിക്കുന്നത് 1 കപ്പ് റവയാണ്. 1 കപ്പ് റവയ്ക്ക് 1.25 കപ്പ് പഞ്ചസാരയും അതുപോലെ തന്നെ 1/2 കപ്പ് നെയ്യുമാണ്. അപ്പോൾ നെയ്യിൽ ആദ്യത്തെ 1/4 കപ്പ് ആദ്യം ചേർത്ത് കൊടുത്തു, രണ്ടാമത്തെ 1/4 കപ്പ് ഈ സമയത്ത് ചേർത്ത് കൊടുക്കുക. ഇനി ഈ നെയ്യിൽ കിടന്നുകൊണ്ട്, നെയ്യും പഞ്ചസാരയും കിടന്നുകൊണ്ട് നമ്മൾ ഈ റവ ഇതുപോലെ ഡ്രൈ ആയി വരുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് നമുക്ക് കിട്ടുന്നത്. ഏകദേശം ഡ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് അടുത്ത് നമുക്ക് ഓരോരോ സാധനങ്ങൾ ചേർത്ത് കൊടുക്കണം. ആദ്യം വറുത്ത് മാറ്റി വെച്ചിരിക്കുന്ന ആ കിസ്മസും അതുപോലെ നട്ട്സൊക്കെ ചേർത്തിട്ട് നമുക്കിതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. വീടുകളിലാകും ഇത്രയും നന്നായിട്ട് ചേർത്ത് ചെയ്ത് കഴിഞ്ഞാൽ പ്രത്യേക ടേസ്റ്റ് ആയിരിക്കുള്ളൂ. ഇത് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ചെയ്യാവുന്നതാണ്. ഇതിലേക്ക് ഏലക്കായ പൊടി കൂടി ചേർത്ത് കൊടുക്കണം. ഏലക്കായ കൂടി ചേർത്ത് കഴിഞ്ഞാലാണ് പ്രത്യേക ഒരു ടേസ്റ്റ് നമുക്ക് കിട്ടുകയുള്ളൂ. കാരണം ഏതൊരു ഡിഷിനും പ്രത്യേകിച്ച് മധുരമുള്ളതിന് ഇത്തരത്തിലുള്ള ഡിഷിനൊക്കെ ഏലക്കായ ചേർക്കുമ്പോൾ നല്ല പ്രത്യേക ടേസ്റ്റാണ്. ഇതിലേക്ക് 1 ടീസ്പൂൺ മാത്രം ഏലക്കായ ഇതുപോലെ മുഴുവൻ ചുറ്റിച്ചിട്ട് കൊടുക്കുക. അത് ചേർത്ത് കഴിയുമ്പോൾ വീണ്ടും നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. ഇപ്പോൾ തന്നെ നല്ലൊരു പ്രത്യേക മണമൊക്കെ നമുക്ക് കിട്ടും. ഇതുപോലെ ഒരു സ്പൂൺ ഉപയോഗിച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇതിൻ്റെ ഷേപ്പ് ആക്കാൻ വേണ്ടി നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ ചെറുതോ വലുതായിട്ടുള്ള ഏത് രീതിയിൽ നമുക്ക് വേണ്ടി ചെയ്തെടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഉപയോഗിക്കുന്നതും ഈ മിക്സ് ചെയ്യുന്ന അതേ സ്പൂണിൻ്റെ അളവിൽ തന്നെ ആ ഒരു രീതിയിൽ ആ ഷേപ്പിലാണ് ചെയ്തെടുക്കുന്നത്. തട്ടിപ്പൂത്തി നമുക്ക് കൃത്യമായിട്ട് വെക്കാം. ഇതുപോലെ ആയിട്ടുണ്ട്. ഇനി പ്ലേറ്റിലേക്ക് നമുക്ക് മാറ്റി വെക്കാം. വളരെ ടേസ്റ്റി ആയിട്ടുള്ള
റവ കേസരി തയ്യാറായിട്ടും എല്ലാവരും ഇതുപോലെ ചെയ്ത് നോക്കുക. ഈ ഒരു ഡിഷ് പ്രത്യേകിച്ച് കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടും.